വാ അന്ന, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്തിടക്കാം. ഞാൻ എവിടെ വേണേലും വന്ന് പറയാം. ഇവരെല്ലാരും കൂടിയാണ് ജെസ്സിയെ കൊന്നെന്ന്. വാ അന്ന. എന്നിട്ട് നീ ഇവർക്കൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കുമോ? എന്റെ ജെസ്സിയെ കൊന്ന പോലെ ഇവിടുത്തെ നിയമപരൊക്കെ കൊന്നു കളയോ? അതല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ അനിയത്തിയെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇനി അവളെ കൊന്നവരൊക്കെ തീർത്തിട്ട് ഞാൻ ഈ പടി ഇറങ്ങൂ. അതൊന്നും അത്ര എളുപ്പമല്ല അന്ന. ഈ പിശാചിനു വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്ത അടിമകളായി അവര് മാറിക്കഴിഞ്ഞു. ഈ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും അവർക്കൊരു മടിയുണ്ടാവില്ല. ഇനി ദൈവത്തിന് മാത്രമേ അവരെന്തേലും ചെയ്യാൻ കഴിയുള്ളൂ. ജെസ്സിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാ അതിനെനിക്ക് മടിയില്ല. നിനക്ക് അവൾ ഇഷ്ടായിരുന്നില്ലേ? നിന്നെ അവൾക്ക് ജീവനായിരുന്നു. അന്ന, ഈ വീട് കത്തിച്ച് കളയാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കൂ എനിക്കറിയില്ല. നീ കൂടെ നിന്നാ മതി. ഓരോന്നോരോന്നായി നമുക്ക് അവസാനിപ്പിക്കാം. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ജെസ്സി ഇനിയില്ല എന്ന സത്യം ആ രാത്രി തന്നെ എനിക്ക് ആ വീട് ചുട്ടരിക്കാൻ തോന്നിച്ചു. പക്ഷേ കെണിയൊരുക്കുമ്പോ ഇരകൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കി വെക്കരുത് എന്ന ബോധം ഉള്ളിലുണ്ടായിരുന്നു. കണക്ക് തീർത്തു തുടങ്ങാൻ കൂട്ടത്തിൽ എടുത്തുചാട്ടക്കാരനെ തന്നെ തിരഞ്ഞെടുത്തു. സാമുവൽ. ഇവിടെ എത്തിയത് മുതൽ അയാൾക്ക് എന്നിലുള്ള നോട്ടം മുതലെടുത്താൽ കെണിയിലേക്ക് അവൻ നടന്നെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഹേയ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത്? എന്തെങ്കിലും? പക്ഷേ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. പിന്നെ? അതെന്തിനാ? ഇവിടെ എന്താ കുഴപ്പം? ആരെങ്കിലും കാണുമെന്ന് ഓർത്തിട്ടാണോ? ഞാൻ മുറിയിൽ വരാം. ഡോർ ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. അതുമാത്രല്ല, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ലത്.
അവനെന്തിനാ ആ നേരത്തെ കുളക്കടവിൽ പോയത്? അറിയില്ല. പണിക്കാരനെ കണ്ടത്. ആദ്യത്തെ കുറുക്ക് കൃത്യമായി വീണതിന്റെ ആശ്വാസം. ഇനിയുള്ള ചുവടുകളിൽ ധൈര്യം തീരുമെന്നെന്റെ വിശ്വാസത്തിന് അധികം ആയുസുണ്ടായില്ല. എങ്ങനെയാ ചത്തത്? കുളത്തിൽ വീണു. കുടിച്ചിട്ടുണ്ടായിരുന്നു. താഴെ എന്നാരും അന്വേഷിക്കണില്ലേ? താൻ സാമുവലിന്റെ ബോഡി കാണുമ്പോ അവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഏയ് ഇല്ല. താൻ ആ സമയത്ത് എന്തിനാ അവിടെ പോയത്? ഞാൻ കുളിക്കാനായിട്ട്. എന്താ ചോദിച്ചു? ഏയ് ഒന്നുമില്ല. എന്താ ഓർക്കുന്നത്? ഈ സോങ് എന്തൊരു ഫീലല്ലേ. പോടും ആവുന്നല്ല. നീ വേറെ എന്തോ ആലോചിക്കുകയാണ്. ഏയ് ഒന്നുമില്ല. നമ്മൾ എങ്ങനെയാവും പിരിയാന്ന് ആലോചിക്കായിരുന്നു. എന്തിനാ പിരിയുന്നു? ഒന്നുമില്ല. എന്തോ അങ്ങനെ ഒരു തോന്നൽ. നമ്മൾ ഒന്നിക്കാൻ ചാൻസ് ഇല്ലാത്ത പോലെ. നിനക്ക് ഈ വേണ്ടാത്ത ആലോചനകൾ മാത്രമേ ഉള്ളൂ. എന്തിപ്പോ അങ്ങനെ തോന്നേ? എന്റെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ഏയ് അതൊന്നല്ല. എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണോ. അതിന് ചെറുപ്പം തൊട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നും എനിക്ക് കിട്ടാറില്ല. ഇതും അങ്ങനെ ആവുമെന്നൊരു. ഓ അങ്ങനെ. എന്നൊരു കാര്യം ചെയ്യ്. ഇപ്പോഴുള്ള ഇഷ്ടം കുറച്ച് ശ്രമിക്കുന്നുണ്ട്. കൊല്ലിഞ്ഞ് അതല്ലടോ, ചിലപ്പോൾ ഇതെന്റെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് തോന്നുന്നതായിരിക്കാം. എനിക്കെന്റെ മമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ പപ്പ ഇതുപോലൊന്നും അല്ലായിരുന്നു പണ്ട്. കിട്ടുന്ന കാശിനൊക്കെ കുടിക്കും. കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നെയും വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ എന്റെ മമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അധ്വാനം കൂടുതലുണ്ടായിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടി മമ്മയെ നോക്കാറായപ്പോഴത്തേക്കും അമ്മ പോയി. അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു. പിന്നെ അന്നയുള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു തന്നത്. ഇപ്പം എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയാൽ പോലും ഭയങ്കര പേടിയാ. ഇനി ഇതിലും വലിയ സങ്കടം എന്തെങ്കിലും വരാനാണോ
ഇങ്ങനെയെന്ന്. എൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ പേടി വേണ്ട. കാരണം ഇതിനു മുമ്പുള്ള എൻ്റെ ഒരു ഇഷ്ടവും ഇതിലും വലുതായിരുന്നില്ല. ശരിക്കും ഗ്ലാസ്